ഈ നിമിഷം നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവിലായിരിക്കാം. ഒരു വലിയ തീരുമാനം എടുക്കുന്ന ഒരു വേളയിലായിരിക്കാം നിങ്ങളുള്ളത്. ഇപ്രകാരം തീരുമാനമെടുക്കുന്ന ഈ സമയത്ത് മനസ്സ് ഒട്ടനവധി ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കാം. ഞാൻ എടുക്കുന്നത് ശരിയാണോ? ഏതാണ് ശരിയായ തീരുമാനം? എനിക്കെങ്ങനെ എൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാനായിട്ട് സാധിക്കും? എങ്ങനെ എൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സാധിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തീരുമാനമെടുക്കുന്നതല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ ആ തീരുമാനമെടുക്കുന്ന സമയത്ത് കടന്നു വരുന്ന ഭയത്തെയും അതിന് സമാനമായിട്ടുള്ള ചിന്തകളെയും തരണം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ അല്പസമയം യാത്ര ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിനെ എങ്ങനെ പരുവപ്പെടുത്താൻ സാധിക്കും? എങ്ങനെ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ വിഷയങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ അവസാനമായി ഏറ്റവും വലിയൊരു തീരുമാനം എടുത്ത സമയം ഒന്ന് ചിന്തിക്കാമോ? നിങ്ങൾ കടന്നുപോയ മാനസിക അവസ്ഥ എന്തൊക്കെയായിരിക്കാം? ഒരുപക്ഷെ നിങ്ങൾ ജോലിയെക്കുറിച്ചായിരിക്കാം തീരുമാനിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു തീരുമാനമൊക്കെ ആയിരിക്കാം നിങ്ങളെടുത്തത്. തീരുമാനം എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ കടന്നുപോയ ആ അവസ്ഥ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ? ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ അനുഭവിച്ചത് ഒരു വലിയ ഭാരമായിരിക്കും, മനസ്സിൻ്റെ ഭാരം. ആ ഭാരം മൂലം പലപ്പോഴും നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിങ്ങനെ എല്ലാ ചോദ്യങ്ങളുടെയും കൂടെ യാത്ര ചെയ്യുന്ന ഒരനുഭവത്തിലായിരിക്കും നിങ്ങളുണ്ടായിരുന്നത്. ഒരു സ്വസ്ഥതയുമില്ലാതെ കടന്നുപോയ ദിനരാത്രങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുന്നുണ്ടാവാം. ഇപ്രകാരമുള്ള തീരുമാനങ്ങൾ നമ്മുടെ ഒരു ചെറിയ സാഹചര്യം മാത്രമായിരിക്കുകയല്ല മാറ്റിമറിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളാവാം. ഇപ്രകാരം ഒരു തീരുമാനമെടുക്കാനായിട്ട് ഒരു വ്യക്തി തയ്യാറാവുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഭയമായിരിക്കും. എങ്ങാനും നീ പരാജയപ്പെട്ടാലോ? നിന്റെ ഈ തീരുമാനത്തിൽ പിന്നീട് നീ ഖേദിച്ചാലോ? നീ എടുക്കുന്ന ഈ തീരുമാനം തെറ്റായി പോയെങ്കിലോ? ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ ചോദ്യങ്ങൾ വളരെ ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെടുത്താനായിട്ട് ഈ ചോദ്യങ്ങൾക്ക് കഴിയും. കാരണം ഇതിൻ്റെ ഉറവിടം ഭയമാണ്. ഭയത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണിവ. ഇപ്രകാരം ഭയത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരുതരം പ്രതികരണ രീതിയിലുള്ള തീരുമാനങ്ങളിലേക്കായിരിക്കും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭയത്തോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിലുള്ള വളരെ സുതാര്യമായ, ശക്തമായ, തെളിമയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. പ്രതികരിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പിന്നീടത് ദുഃഖത്തിലേക്കായിരിക്കും നമ്മൾ ചെന്ന് എത്തിച്ചേരുക. സമയമെടുത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും യഥാർത്ഥ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുക. പ്രതികരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരാവേശവും ഇല്ലാത്ത ജോലിയിൽ ചെന്ന് എത്തിച്ചേരേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ തുടരുന്നത് എളുപ്പമായതുകൊണ്ട് മാത്രം നമ്മൾ തുടരാനായിട്ട് തീരുമാനിക്കും. അതുമല്ലെങ്കിൽ ശരീരം മുഴുവൻ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യത്തോട് നമുക്ക് യെസ് എന്ന് പറയേണ്ടതായിട്ട് വരും. ഇപ്രകാരം നമ്മുടെ മനസ്സ് മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ സാഹചര്യങ്ങൾക്കനുസരിച്ചൊരു പ്രതികരണം പോലെ, ഒരു റെസ്പോൺസ് പോലെ നമ്മൾ തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ആ മനസ്സിൻ്റെ ശാന്തതയിൽ നിന്ന് വരുന്ന ഉൾക്കാഴ്ചകളായിരിക്കണം നമ്മുടെ തീരുമാനത്തിൻ്റെ കാതലായിട്ട് നിൽക്കേണ്ടത്. ഈ ബഹളങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഇപ്രകാരമുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മനസ്സിനെ സ്വസ്ഥമാക്കാതെ, കൃത്യമായി സമയം കൊടുക്കാതെ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ എടുക്കുന്ന തീരുമാനം ഒരുപക്ഷെ അതിനേക്കാൾ നല്ലൊരു തീരുമാനത്തിന് സാധ്യത ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആ തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ അപ്രകാരം ഒരു തീരുമാനം ഞാൻ അന്ന് എടുത്തിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നുള്ള ഒരുപക്ഷെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അതിനെ ഓവർകം ചെയ്യാനായിട്ട് ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാം. എല്ലാ ഓപ്ഷനെയും കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് നമ്മൾ മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ നമ്മൾ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ ജീവിതം മുഴുവൻ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് കടന്നു പോകുന്ന അനുഭവത്തിലേക്ക് വരും. ഏതൊരു നല്ല തീരുമാനം എടുക്കുന്നതിന് മുൻപും ഒരു സമയം അനുവദിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. നമ്മുടെ ജീവിതത്തെ ഇപ്രകാരം മാറ്റുന്ന ഒരു നല്ല തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിശബ്ദമായിട്ടൊരല്പസമയം അതിനുവേണ്ടി ചെലവഴിക്കുക. എല്ലാ തരത്തിലുമുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. എൻ്റെ മനസ്സിനെ ഞാൻ ഇപ്രകാരം ഒരു തീരുമാനമെടുക്കാനായിട്ട് അനുവദിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻസ്? എന്തൊക്കെയാണ് ഈ ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ? ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ
ഞാൻ ഏതൊക്കെ ആളുകളെ ആയിരിക്കും അസ്വസ്ഥപ്പെടുത്താനായിട്ട് പോകുന്നത്? എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഈ തീരുമാനത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത്? അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ വന്നു കഴിയുമ്പോഴാണ് നമുക്കൊരു നല്ല തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുക. നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ല തീരുമാനമെടുത്ത്, ഒരു വലിയ തീരുമാനമെടുത്ത് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു വഴിത്തിരിവിലായിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അല്പസമയം ശാന്തമായിട്ട് ഒരിടത്തിരിക്കുക. നന്നായി ശ്വാസോച്ഛ്വാസം ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. ആ ശാന്തതയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ, അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ടും അതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനും സമയം ചിലവഴിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നല്ലൊരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. ആ ഒരു വ്യക്തതയായിരിക്കും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക. നമ്മുടെ നിശബ്ദതയിൽ ഉത്തരം ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു അനുഭവം ആയിരിക്കും വരിക. ചിലപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഉത്തരം നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. രണ്ടാമത് തെളിഞ്ഞു വരുന്ന ഒരു ഉത്തരം എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ ഭയപ്പെടുത്തി കളഞ്ഞേക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ തകരുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു ഭയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാം. എന്നാൽ മൂന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന ചില ഉത്തരമായിരിക്കാം ഒരുപക്ഷെ യഥാർത്ഥ ക്ലാരിറ്റിയും ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിന് ബലം നൽകുന്നതുമായ ഉത്തരം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നിശബ്ദമായി നമ്മുടെ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാനായിട്ട് കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ഓപ്ഷൻ എയ്ക്കും ഒരു ഓപ്ഷൻ ബിക്കും ഇടയിലുള്ള ഒരു തീരുമാനമല്ല. അത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു തീരുമാനമാണ്. നമ്മളാണ് ആ തീരുമാനം എടുക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അപ്പം നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മുടെ മനസ്സിന് സ്വസ്ഥത നൽകുന്ന, ബലം നൽകുന്ന ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നതിലേക്കായിരിക്കും നമ്മുടെ മനസ്സ് തന്നെ പോവുക. അപ്പം അതാണ് ഈ മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുക. ഇങ്ങനെ നമ്മൾ തീരുമാനമെടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പരിഭ്രാന്തി ഇല്ലാതാവും, നമുക്കൊരു അനിശ്ചിതത്വം ഉണ്ടാവില്ല, ഒരു ക്ലാരിറ്റി ജീവിതത്തിലേക്ക് കടന്നു വരും, ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത ഉണ്ടാവുകയും അത് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ഇപ്രകാരം ഒരു നല്ല തീരുമാനമെടുക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചൊരു വീക്ഷണത്തിലേക്ക്, ഒരു വഴിത്തിരിവിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ സമയം അനുവദിക്കുക. നന്നായി ശാന്തമാവാനായിട്ട്, സ്വസ്ഥമായിരിക്കാനായിട്ടുള്ള ഒരു സമയം അനുവദിക്കുക. ഇത്രയും സമയം എൻ്റെ കൂടെ ചിലവഴിച്ചതിന് നന്ദി. ഇനി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്രകാരം ഒരു തീരുമാനമെടുക്കുന്ന ഒരു വേളയിൽ ഒരു നല്ല മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഒരു നല്ല ഗൈഡഡ് മെഡിറ്റേഷൻ, ഒരു നല്ല തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല മെഡിറ്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണിത്. നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് സമയം കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു ഇയർഫോൺ ചെവിയിൽ വെച്ച് വളരെ ശാന്തമായി എവിടെയെങ്കിലും ഒരിടത്തിരുന്നു കൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക. അത് നിങ്ങളുടെ മനസ്സിലേക്ക് വ്യക്തമായ ഉത്തരം നൽകുന്നതിന്, നിങ്ങളെ ചിന്തിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും, മനസ്സിനെ ശാന്തമാക്കുന്നതിന് സഹായിക്കും. ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.